പൊന്നാനി നഗരസഭയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന വാർഡുകളിൽ ഒന്നാണ് 20-ാം വാർഡ്. പൊന്നാനി നഗരസഭയിലെ ചമ്രോട്ടം ജംഗ്ഷനോട് ചേർന്ന് കിടക്കുന്ന വാർഡിൽ ഇത്തവണ ജനവിധി തേടുന്നത് LDFിൽ മുൻ കൗൺസിലറായിരുന്ന PV അബ്ദുൽ ലത്തീഫും UDFിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ വിബീഷ് ചന്ദ്രനുമാണ്. BJP സ്ഥാനാർത്ഥിയും ഇവർക്കൊപ്പം മാറ്റുരക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 255 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ LDF വിജയിച്ച ഈ വാർഡ് ഇത്തവണ പിടിച്ചെടുക്കാനായി കോൺഗ്രസ് രംഗത്തിറങ്ങുമ്പോൾ നിലനിർത്താൻ വേണ്ടി LDFും സജീവമായി തന്നെ രംഗത്തുണ്ട്. ഏതായാലും ഈ വാർഡിലെ ചിത്രം നമുക്ക് നേരിട്ട് കണ്ടറിയാം. ഈഴുവത്തിരുത്തി പഞ്ചായത്തായിരുന്ന സമയം മുതൽ UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചിരുന്ന വാർഡിൽ കഴിഞ്ഞ 2 തവണയായി LDF സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. ഇത്തവണയും വിജയം സുനിശ്ചിതമാണെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് LDF. വാർഡിലെ മുൻ കൗൺസിലർ കൂടിയായ PV ലത്തീഫാണ് CPM സ്ഥാനാർത്ഥിയായി ഇത്തവണയും ജനവിധി തേടുന്നത്. വോട്ടർമാർ ആവേശത്തോടെയാണ് രംഗത്തുള്ളതെന്നും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും ലത്തീഫ് പറയുന്നു. കഴിഞ്ഞ 10 വർഷമായി പൊന്നാനി നഗരസഭയിലെ 20-ാം വാർഡിനെ പ്രതിനിധീകരിക്കുന്നത് LDF മെമ്പർമാരാണ്. CPIMന് വേണ്ടി നേരത്തെ ഇവിടെ നിന്നും കൗൺസിലറായ PV ലത്തീഫ് തന്നെയാണ് ഇത്തവണയും ഇവിടെ ജനവിധി തേടുന്നത്. കൂടുതൽ കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്? എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് ഭാഗത്തു നിന്നുള്ള പിന്തുണ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. ചെറുപ്പക്കാരുടെ വലിയൊരു വിഭാഗം ചെറുപ്പക്കാർ ഞങ്ങളെ പിന്തുണച്ച് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ട് അവർ മുന്നിലിറങ്ങിയിട്ടാണ് പ്രചരണ പ്രവർത്തനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. UDF പ്രധാനമായി ഉന്നയിക്കുന്നത് ഈ വാർഡിൽ കഴിഞ്ഞ 5 വർഷത്തെ വികസന മുരടിപ്പ് ഉണ്ട് എന്ന തരത്തിലാണ്. ഇത് യാഥാർത്ഥ്യമാണോ? എത്രത്തോളം വികസന കാര്യത്തിൽ മുന്നോട്ട് പോകാൻ ഈ വാർഡിന് കഴിഞ്ഞിട്ടുണ്ട്? 20-ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ വാർഡിൽ LDF സ്ഥാനാർത്ഥികളായിട്ട് ജയിക്കുന്നത് 2010-ലാണ്. 2010-ലാണ് LDF സ്ഥാനാർത്ഥികൾ വന്നേക്കുക. അതിനുശേഷം ഈ 10 വർഷക്കാലം എണ്ണമറ്റ വികസന പ്രവർത്തനങ്ങൾ, ഒരു കാലത്തും ഈ 20-ാം വാർഡിനകത്ത് നടക്കാത്ത വികസന പ്രവർത്തനങ്ങളാണ് റോഡുകളായാലും മറ്റുള്ള മേഖലകളിലായി കഴിഞ്ഞാലും നടന്നിട്ടുള്ളത്. അവരെ സംബന്ധിച്ചോളം നമ്മൾ ഏത് ഭാഗത്താണ് വീഴ്ച വരുന്നതെന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ UDFിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് പറ്റുന്നില്ല. അവർ പ്രചരണ രംഗത്ത് വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന സമയത്തുള്ള ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ജനങ്ങളിൽ എത്തിക്കുന്നതാണ്. അതിലൊക്കെ തന്നെ ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ല. വെറുതെ ഒരു പുകമറ, ഒന്നും നടന്നില്ല എന്നുള്ളൊരു പുകമറ സൃഷ്ടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. 20-ാം വാർഡിൽ ഇപ്പോഴും ഇതിനകത്ത് 10 വർഷക്കാലം ശങ്കരേട്ടൻ റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ടാറിങ് മാത്രമാണ്. ഈ മഴക്കാലം കഴിഞ്ഞാലേ ടാറിങ് നടക്കുള്ളൂ. 35 ലക്ഷം റുപ്യ നഗരസഭ ബിൻസി കൗൺസിലറായിരുന്ന അവരുടെ നഗരസഭ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് അതിനകത്തുള്ള വർക്കുകൾ വരുന്നത്. പിന്നെ ഇവരെന്നെ പറയുന്നുണ്ട് വികസന പ്രവർത്തനങ്ങൾ നടന്നില്ല എന്നിവർ പറയുമ്പോൾ നമ്മൾക്ക് ഈ ഇത് ഉന്നയിച്ച ആൾക്കാരത് ഇവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളുടെ വീട്ടിലേക്ക് റോഡ് കോൺക്രീറ്റ് ചെയ്ത് പുതിയ റോഡ് ഉണ്ടാക്കി കൊടുത്തത് ഞങ്ങളാണ്. അവർക്ക് നിഷേധിക്കാൻ പറ്റില്ല. കഴിഞ്ഞ 2000 മുതൽ 2010 വരെ UDFിൻ്റെ കൗൺസിലർമാരെന്ന് ഇവിടെ ഈ അഡ്വക്കേറ്റ് NA ജോസഫും കമല ടീച്ചറുമായിരുന്നു ഈ വാർഡിനകത്ത്. അവരൊരു പുതിയ റോഡ് പോലും ഈ 20-ാം വാർഡിനകത്ത് കൊണ്ടില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ ഞങ്ങളെ പരീക്ഷിച്ചത്. ആ പരീക്ഷണം വിജയകരമായി എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 87 വോട്ടിന് ജയിച്ചിട്ട് അടുത്ത തവണ ഇവിടെ കാൻഡിഡേറ്റ് ജയിക്കുന്നത് 255 വോട്ടിനാണ്. അത് ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രാദേശിക വികസനം കൃത്യമായി നടപ്പിലാക്കിയതിൻ്റെ ഭാഗമാണ്. ആ വികസനത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. UDFിൻ്റെ സ്ഥാനാർത്ഥിയുടെ വീട്ടിലേക്ക് റോഡ് ഉണ്ടാക്കി കൊടുത്തതെന്ന് മാത്രമല്ല, ഇവിടുത്തെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റിൻ്റെ വീടിൻ്റെ മുമ്പിലേക്ക് 7 ലക്ഷം രൂപയിൽ ശങ്കരേട്ടൻ റോഡ് കോൺക്രീറ്റ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ വർഷമാണ്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും വലിയ പ്രചരണം നടത്തുന്ന ഇവരുടെ വനിതാ വിഭാഗത്തിൻ്റെ ആൾക്ക് വീടുണ്ടാക്കി കൊടുത്തത് ഞങ്ങൾ കൗൺസിലറായിരിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ അങ്കണവാടികൾ കഴിഞ്ഞ ഈ UDFിൻ്റെ കാലത്ത് 2 അങ്കണവാടികൾ ഉണ്ടായത് ഓലഷെഡിലിരുന്ന് കുട്ടികളെ വിശ്വസിച്ചിട്ട് രക്ഷിതാക്കൾ സ്കൂളിലേക്ക് വിട്ടതില്ല. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ചെറിയ കുട്ടികളെ അങ്കണവാടിയിലേക്ക് വിടില്ല. അത് മാറിയിട്ട് ഏറ്റവും നല്ല വാടകയ്ക്കാണെങ്കിലും 2 വീട് പോലത്തെ അങ്കണവാടികൾ ഉണ്ടാക്കിയിട്ട് ആ അങ്കണവാടിയിലാണ് ഇപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഹാപ്പിയാണ്. അതുപോലെ തന്നെ റോഡുകൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന റോഡുകൾ മാത്രമാണ്. ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന ഈ റോഡടക്കം ഞങ്ങൾ 10 വർഷം കൊണ്ട് കൊണ്ടുവന്ന റോഡാണ്. ഒരു റോഡും ഇല്ല. ഇതിനടുത്ത് തൊട്ടടുത്ത് ഈ കാണുന്ന ജംഗ്ഷന്, ഈ അയിനിക്കലുള്ള ഈ ഫുട്പാത്ത് നിങ്ങൾ നോക്കണം. ഈ
പൊന്നാനി നഗരസഭയിൽ വേറെ ഒരു ഭാഗത്തും ഇതേപോലെ റോഡ് ഉണ്ടാവില്ല. നടവഴിയുടെ നടുവിൽ കൂടെ കാനുണ്ടാക്കിയിട്ട് അതിൽ കൂടെ അഴുക്കുവെള്ളം തുറന്നു വിടുന്ന ഒരു റോഡ് പൊന്നാനി നഗരസഭയിൽ വേറെ വാർഡുകളൊന്നുമില്ല. ഇത് കഴിഞ്ഞ എന്ത് ചെയ്ത് ഇവിടെയുള്ള ഒരു കോൺഗ്രസിൻ്റെ ഒരു സ്വകാര്യ വ്യക്തിക്ക് കാനയുടെ സ്ഥലം കയ്യേറാൻ വേണ്ടി അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് ജനങ്ങൾ നടക്കുന്ന വഴിയിൽ കാനുണ്ടാക്കിയതാണ്. അതിനകത്ത് ഇവിടുത്തെ തൊട്ടടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ വീടുകളിൽ കയറി പറയാം. അവിടുത്തെ ചെറുപ്പക്കാർ അതിനെതിരെ നിന്നപ്പോൾ ആ ചെറുപ്പക്കാരുടെ പേരിൽ കേസെടുത്ത ആൾക്കാരായിരുന്നു ഇവിടുത്തെ കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ. അതുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായി പറഞ്ഞത് ഈ അതിനകത്ത് ഇതുപോലെ തന്നെ ഈ ഇവിടെ കരിയൻ നഗർ കോളനി ഉണ്ട്. ആ കോളനിക്കകത്ത് പാലോളി മുഹമ്മദ് കുട്ടിയുടെ MLA ഫണ്ടിൽ നിന്നാണ് ഞങ്ങൾ 7 ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ട് റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നിവിടെ ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതൊക്കത്തിനും മാറ്റം വരുത്തിയത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് LDFൻ്റെ സ്ഥാനാർത്ഥിയിലൂടെ ജയിച്ചതിന് ശേഷമാണ്. ഞങ്ങളെ കയ്യൊപ്പെത്താത്ത ഒരു റോഡ് പോലും 20-ാം വാർഡിലില്ല. നിങ്ങൾക്ക് ഏത് ഭാഗത്തും ചെന്ന് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാം. ഞങ്ങൾ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളും ഞങ്ങൾ കൊണ്ടുവന്ന റോഡുകളും ഞങ്ങൾ കൊണ്ടുവന്ന 13ഓളം വീടുകൾ ഇവിടെ പണി പൂർത്തീകരിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓല വീടുകൾ 10-18 ഓല വീടുകളുണ്ടായിരുന്നു. അതെല്ലാം മാറി ഇപ്പോൾ 2 വീടുകളാണ് ബാക്കിയുള്ളത്. ബാക്കിയുള്ള എല്ലാ വീടുകളും ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ വീടുകൾ EMS ഭവന പദ്ധതിയിലും PMAYയിലും ലൈഫിലും കൊണ്ടുവന്നുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ മേഖലകളിലും ഒരു മേഖല ഇത് കുറ്റം പറയാനില്ല. ഇപ്പോൾ അവർക്ക് ഞങ്ങളെ മേലിൽ വികസനം നടന്നില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞില്ല. പഴയ കുറേ ഫോട്ടോ എടുത്തിട്ട് ജനങ്ങളിൽ പ്രചരിപ്പിക്കുക എന്നല്ലാതെ പ്രളയത്തിൻ്റെ സമയത്ത് വെള്ളക്കെട്ട് എല്ലായിടത്തും ഉണ്ടാവും. അത് എടുത്തിട്ടാണ് ഇപ്പോൾ ഒരു പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ നീലംതോടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് 20-ാം വാർഡിൽ യാതൊരു പ്രവർത്തനവും നടന്നിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യമാണ് UDF ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. നീലംതോടിൻ്റെ വികസനത്തിൽ 20-ാം വാർഡിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ടോ? നീലംതോട് എന്ന് പറയുന്നത് 20-ാം വാർഡിൻ്റെ മാത്രം ഒരു തോടല്ല. 5-ാം വാർഡിൽ നിന്ന് തുടങ്ങി രാമകൃഷ്ണൻ വൈസ് ചെയർമാനായിരുന്ന രാമകൃഷ്ണൻ്റെ വാർഡിൽ നിന്ന് തുടങ്ങി ആ ഭാഗത്തുള്ള വെള്ളം മുഴുവൻ ഒഴുകി പോകുന്നതാണ് നീലംതോട്. അത് 5-ാം വാർഡിൽ നിന്ന് തുടങ്ങി 5 കണ്ടിപ്പാലത്തിന് അതിൽ കൂടെ 20-ാം വാർഡിൽ നിന്ന് പോയി 21-ാം വാർഡിൽ കൂടെ എത്തി 19-ാം വാർഡിൽ അത് ഈ മുക്കട്ടക്കട പാലത്തിൻ്റെ അവിടെയാണ് ഇത് നീലംതോട് അവസാനിക്കുന്നത്. ഒരു വാർഡിൻ്റെ മാത്രമല്ല, ഈ വാർഡിൻ്റെ ഇതിനകത്തും ഇപ്പോൾ സ്പീക്കറുടെ 70 പാക്കേജിനകത്ത് 1.25 കോടി രൂപയുടെ പദ്ധതികൾ ഇതിനകത്ത് വന്ന് എടുത്തു പോയിട്ടുണ്ട്. എസ്റ്റിമേറ്റ് എടുത്തു, അതിൻ്റെ സ്കെച്ച് എടുത്തു, അതിൻ്റെ മറ്റേ ആഴം കൂട്ടാനുള്ള രീതികളൊക്കെ എടുത്തു പോയിട്ടുണ്ട്. അതിൻ്റെ ഫണ്ടടക്കം 70 പാക്കേജിൻ്റെ ഫസ്റ്റ് പരിപാടിക്കകത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് പത്രമാധ്യമങ്ങളിൽ കൂടെയൊക്കെ അത് വന്നതാണ്. 70 പാക്കേജിൻ്റെ ഭാഗമായിട്ട് നീലംതോട്, ഈ നീലംതോട് കുറേ കാലങ്ങളായിട്ടാണ് ഇപ്പോൾ നമ്മളാണ് തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ടുവന്നിട്ട് ഇത് ക്ലീൻ ചെയ്യിച്ചത്. അന്ന് പുറത്തുനിന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതിനെതിരെ അവരെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കുത്തിത്തിരിപ്പ് നടത്തിയത് ഇവിടുത്തെ UDFൻ്റെ ആൾക്കാരാണ്. അപ്പോൾ നീലംതോടിൻ്റെ അകത്ത് അടക്കം കൃത്യമായിട്ട് ഇപ്പോൾ അത് പദ്ധതി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചമ്മറോട്ടം ജംഗ്ഷൻ, ഇപ്പം നിങ്ങൾക്ക് റോഡിലോട്ട് പോയി കഴിഞ്ഞാൽ അറിയാം, ചമ്മറോട്ടം ജംഗ്ഷനിൽ നിന്ന് മറ്റേ വിജയമാതാ കോൺവെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഇപ്പോൾ കാനഡ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വാർഡിൽ നിന്ന് എഴുതി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് 35 ലക്ഷം റുപ്യ സ്പീക്കറുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടാണ് നടന്നുകൊണ്ട് പോകുന്നത്. കാന വിത്ത് സ്ലാബ് അത് ഈ ചമ്മറോട്ടം ജംഗ്ഷനിലെ മേഖലയിലത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് ഭാഗമായിട്ടാണ്. അപ്പോൾ ആ ഭാഗങ്ങളിലടക്കം അതിപ്പോൾ അവരിങ്ങോട്ട് പറഞ്ഞതുകൊണ്ട് അവർക്ക് ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഇപ്പം എന്തെങ്കിലും നീലംതോടിൻ്റെ പേരിൽ. നീലംതോടും അതിൻ്റെ നവീകരണത്തിൻ്റെ ഘട്ടത്തിലാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്, സ്പീക്കറുടെ പദ്ധതിയിൽ 70 പാക്കേജിനകത്തുള്ള ഏറ്റവും വലിയ ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത് നീലംതോടിന് വേണ്ടിയിട്ടാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജനുവരി മാസം മുതൽ അതിൻ്റെ വർക്ക് തുടങ്ങാൻ പോവുകയാണ്. ഈ 250-ലധികം വോട്ടുകൾക്ക് വിജയിച്ച ഈ വാർഡിൽ ഇത്തവണ ഏകദേശം എത്ര ലീഡാണ് പ്രതീക്ഷിക്കുന്നത്? വിജയസാധ്യത എങ്ങനെയാണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 100% ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞത് അത് ഞങ്ങളൊരു ആലങ്കാരികമായിട്ട് പറയില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. 2010 മുതൽ അവരുടെ ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ഞങ്ങൾ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അവരുടെ ഏതൊരു വിഷയമായി കഴിഞ്ഞാലും ഞങ്ങൾ പുറംതിരിഞ്ഞ് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതേപോലെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വെച്ചാൽ ജയിച്ച കൗൺസിലറെ കാണാൻ വേണ്ടി അയാളെ വീട്ടിൻ്റെ ഗേറ്റിൽ നിന്ന് നിൽക്കേണ്ടി വന്നിരുന്നു. 2-3 മണിക്കൂർ അവരെ കാത്തു നിന്നിട്ട് അവരുടെ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പം അടുത്ത കാലത്ത് ഞാനൊക്കെ ജയിച്ചതിന് ശേഷം ആ ജനങ്ങൾക്ക് ആ ഒരു സാഹചര്യം ഉണ്ടായില്ല. ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ അവിടെ എത്തി കാര്യങ്ങൾ പരിശോധിച്ച് അതിനകത്ത് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ മാത്രമല്ല, BJPക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, മറ്റു പാർട്ടിക്കാരുണ്ട്. അവരുടെ ഇടയിൽ പോലും ഞങ്ങളെ പറ്റിയൊരു എതിരഭിപ്രായമില്ല. പോലും അവരുടെ വിഷയങ്ങളിലടക്കം ഞങ്ങൾ ഒരു ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൗൺസിലർ എന്നുള്ളതാണ്, ഒരു പാർട്ടിയുടെ കൗൺസിലറല്ല, എല്ലാവരും കൗൺസിലറായിട്ടാണ് ഞങ്ങൾ ഞാനൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. അത് ഏത് പാർട്ടിക്കാരായിക്കോട്ടെ കൃത്യമായിട്ട് ഏത് കാര്യങ്ങൾക്ക് വിളിച്ചാലും കൃത്യമായിട്ട് ഇടപെടലുകൾ ഉണ്ടാവും. ഏതൊരു വിഷയം ഉണ്ടാകുമ്പോഴും അവർ നമ്മളെ വിളിക്കാറുണ്ട്. അത് അവർ വിശ്വാസമാണ്. അവർ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എത്തുന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത്. ആ വിശ്വാസം
ഇപ്പോൾ നമ്മൾ നിന്ന് സംസാരിക്കുന്നവരെ നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വോട്ടുകൾ, നിഷ്പക്ഷരായിട്ടുള്ള ഒരുപാട് വോട്ടുകൾ, എതിർ പാർട്ടികളിൽ നിന്നുള്ള കുറേ വോട്ടുകളൊക്കെ ഞങ്ങൾക്ക് വരും. ഞങ്ങൾ ഹൗസ് ക്യാമ്പിനായിട്ട് വീടുകൾ ചെല്ലുമ്പോൾ അവർ ഞങ്ങളോട് മനം തുറന്നിട്ട് തന്നെ പറയാറുണ്ട്, ഞങ്ങൾ പോലെ എൻ്റെ കൂടെ ഉണ്ട് എന്ന് തന്നെ പറയാറുണ്ട്. അത് ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കഴിഞ്ഞ തവണ കിട്ടിയേക്കാൾ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ ജയിക്കും. ഇത് ഞങ്ങൾ ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ല. നിങ്ങൾക്ക് ഏത് ഇപ്പം ഞങ്ങൾ കയറുന്ന വീടുകളൊരു ഓപ്പണായിട്ട് ക്യാമറയുടെ മുമ്പിൽ അടക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ എന്താ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഇനി ലത്തീഫ ഈ വരണ്ടാന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്ര രീതിയിൽ ജനങ്ങൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ് കഴിഞ്ഞ ഈ ചെറുപ്പക്കാർ. ഇവരൊക്കെ പുതിയ വോട്ടർമാരാണ്, ഒക്കെ 18 വയസ്സായി പുതിയ വോട്ടർമാരായിട്ട് വന്നതാണ്. അവരാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു ബലം. ഞങ്ങളുടെ പ്രചരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നവരാണ്. അവരിറങ്ങിയിട്ടാണ് ലത്തീഫ്ക്ക് നമുക്ക് ഇറങ്ങേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ തണുക്കുമ്പോഴും നമ്മളെ ചൂടാക്കിയിട്ട് നമ്മളെ കൂടെ കൊണ്ടുവരുന്ന ഇവരാണ്. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളെ സംബന്ധിച്ചോളം വീടുകളിൽ നിന്ന്, അമ്മമാരുതായാലും കുട്ടികളുതായാലും ഇവരൊക്കെ നമ്മളെ ഫുൾ സപ്പോർട്ടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലായിട്ട് ഞങ്ങളോട് കിട്ടും എന്നുള്ളത് തന്നെ മാത്രമാണ്. 100% ഞങ്ങൾ അവിടെ നിന്ന് ജയിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് അല്ല, ജനങ്ങൾ തരുന്നൊരു വിശ്വാസമാണ്. അവർ മനം തട്ടിയിട്ടാണ് പറഞ്ഞത്, അത് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പൂർണ്ണ സംതൃപ്തിയാണ്. ഞങ്ങൾ ജയിക്കും, അത് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തേക്കാൾ പോകും. അങ്ങനത്തെ പറയാം. ഞങ്ങൾ ഇവിടുത്തെ UDF മത്സരിക്കുമ്പോൾ നമ്മൾ 10 കൊല്ലം ചെയ്തില്ല എന്ന് പറയുമ്പോൾ 10 വർഷം അവർ കൗൺസിൽ ഉണ്ടായിരുന്നു, അവരുടെ കൗൺസിലർമാരുന്നു. അവർ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾ ഈ 20-ാം വാർഡിനകത്ത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇപ്പോഴും അവർ പറയുന്നത് എന്താണ്? ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. വ്യക്തിപരമായിട്ട് ആരോപണം ഉന്നയിക്കുക. ഇവർ ആദ്യം തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ഉടനെ തന്നെ ഇവർ തോറ്റ് എന്നുള്ളത് സ്വയം സമ്മതിക്കലാണ്. സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളാൻ കൊടുക്കൽ. എൻ്റെ നോമിനേഷൻ ഒരു കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞുകൊണ്ട് പൊന്നാനി നഗരസഭയിൽ ഏറ്റവും വലിയ ക്രിമിനൽ പൊന്നാനി നഗരസഭാ ചെയർമാൻ CP മുഹമ്മദ് കുഞ്ഞും, രണ്ടാമത്തെ ക്രിമിനൽ PV അബ്ദുൽ ലത്തീഫ് എന്ന ഞാനുമാണെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ നോമിനേഷൻ തള്ളാൻ കൊടുത്തത്. ആ നോമിനേഷൻ തള്ളാൻ കൊടുത്ത് അത് സ്വീകരിച്ചില്ല. എൻ്റെ നോമിനേഷൻ സ്വീകരിച്ചോട് കൂടിയിട്ട് അവർ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞ് അതിൻ്റെ 2ാം ഘട്ടമാണ്. ഇപ്പോൾ അവരെ സംബന്ധിച്ചോളം വെകിളി പിടിച്ച് നടക്കുകയാണ്. ഇപ്പോൾ അവർ കൊണ്ടുവന്നുള്ളതാണ് എൻ്റെ പേരിൽ ഒരു അപരനെ നിർത്തിയിട്ട് വോട്ടുകൾ സ്പ്ലിറ്റാക്കാൻ. അതായത് എനിക്ക് കിട്ടുന്ന വോട്ടുകൾ എൻ്റെ പേരിൽ വേറൊരു അബ്ദുൽ ലത്തീഫിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ വോട്ടുകൾ സ്പ്ലിറ്റാക്കാനുള്ള തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങൾ. വാർഡ് തെരഞ്ഞെടുപ്പിലൊന്നും ആരും ഈ അപരന്മാരെ നിർത്താറില്ല, എല്ലാവരും പരസ്പരം അറിയുന്നതാണ്. അപ്പോൾ ഒന്നും പറയാനില്ല. ഇപ്പോൾ അവർ പറഞ്ഞു പോകുന്നത് വികസന പ്രവർത്തനങ്ങളല്ല അവർ പറഞ്ഞു പോകുന്നത്. ലത്തീഫ് മോശക്കാരനാണ്, ലത്തീഫ് അങ്ങനെയാണ്, ലത്തീഫ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ അവർ കൊണ്ടുപോകുന്നത്. അല്ലാതെ ലത്തീഫിൻ്റെ മൈനസ് ഒന്നും പറയാം. ലത്തീഫ് കേസ് ക്രിമിനലുണ്ട്, എനിക്ക് എൻ്റെ പേരിൽ കേസുകൾ വന്നിട്ടുണ്ട്. അത് 20-ാം വാർഡിലത്തെ ജനങ്ങൾക്ക് വേണ്ടി കൗൺസിലിൽ വാദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ BV എൻ്റെ വീട്ടിൽ പോലീസിനടക്കം വിട്ട് റെയ്ഡ് ചെയ്യിപ്പിച്ച കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ഇവിടുത്തെ ജനങ്ങളെ കൂടെ നിന്നുകൊണ്ട് ഇതാണ്, അല്ലാതെ പണം തട്ടിപ്പായി ബന്ധപ്പെട്ടോ മയക്കുമരുന്ന് തട്ടിപ്പായിട്ട് ബന്ധപ്പെട്ടില്ല. ജനകീയ സമരങ്ങളിൽ ജനങ്ങളൊപ്പം നിന്ന ഭാഗത്തുള്ള കേസാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീടുകളിൽ കയറിയിട്ട് ലത്തീഫ് മോശക്കാരാണെന്നുള്ളൊരു പറഞ്ഞു വരുത്താനുള്ള വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ടാണ് പോകുന്നത്. അല്ലാതെ വേറൊരു പ്രചരണം ഒരു ഭാഗത്തില്ല. അപ്പോൾ ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ തോൽവി മുന്നിൽ കണ്ടിട്ടുള്ള ഒരു വെകിളി പിടിച്ച രീതിയിലേക്ക് അവരെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനം ഇപ്പോൾ പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒട്ടിച്ച പോസ്റ്ററുകൾ കീറുക, ഞങ്ങൾ ഒട്ടിച്ച മതിലിൽ നിന്ന് ഒട്ടിച്ച കൊടികൾ പൊക്കിക്കൊണ്ടുപോവുക, ആ രീതിയിലൊക്കെ അവരെ പ്രചരണം എത്തിയിട്ടുണ്ട്. അത്രയും മോശമായ രീതിയിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് തോൽവി മുന്നിൽ കണ്ടിട്ടുള്ള ആ ഒരു പ്രചരണമാണ്. അപ്പോൾ ഞങ്ങൾ വളരെ സമാധാനപരമായിട്ടാണ് ഞങ്ങളുടെ പ്രചരണ പ്രവർത്തനങ്ങൾ പോകുന്നത്. തീർച്ചയായിട്ടും ഇവിടുന്ന് വലിയ സപ്പോർട്ട് ജനങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾക്കുണ്ട്. ആ സപ്പോർട്ട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഞങ്ങളെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പൊന്നാനി നഗരസഭയിലെ 20-ാം വാർഡിൽ നിന്നും LDF-നായി ജനവിധി തേടുന്ന PV അബ്ദുൽ ലത്തീഫ് ഉള്ളത്. ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ വാർഡിൽ നിന്നും ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കും എന്ന് തന്നെയാണ് അദ്ദേഹം കരുതുന്നത്. ഏതായാലും 20-ാം വാർഡിൻ്റെ ചിത്രം നമുക്ക് മുന്നിൽ തെളിയുകയാണ്. 14-ാം തീയതി വരെ കാത്തിരിക്കണം. 16-ാം തീയതി അന്തിമ റിസൾട്ട് വരുന്നതോടുകൂടി തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും എന്ന് നമുക്ക് കണ്ടറിയാം. കഴിഞ്ഞ 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് LDF വോട്ടർമാരെ സമീപിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായി ഇത്തവണ മത്സരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ വിഭീഷ് ചന്ദ്രനാണ്. വികസന മുരടിപ്പിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 20-ാം വാർഡെന്നും മാറ്റത്തിനാഗ്രഹിക്കുന്ന വോട്ടർമാർ ഇത്തവണ UDF-നൊപ്പമാണെന്നുമാണ് വിഭീഷിൻ്റെ പക്ഷം. ഈഴുവത്തിരുത്തി പഞ്ചായത്തായിരുന്ന കാലം മുതൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് വാർഡായിരുന്ന 20-ാം വാർഡ് കഴിഞ്ഞ 2 തവണയായി LDF സ്ഥാനാർത്ഥികളിലാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തവണ കനത്ത പോരാട്ടത്തിലാണ് ഇവിടെ ഇടത് വലത് മുന്നണികൾ. കോൺഗ്രസിൻ്റെ
സ്ഥാനാർത്ഥിയായി ഇത്തവണ രംഗത്തിറക്കിയിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ വിഭീഷ് ചന്ദ്രനാണ്. വിഭീഷ് ചന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോൾ പ്രതീക്ഷകൾ എത്രത്തോളമുണ്ട്? വളരെയധികം സന്തോഷത്തോടും അതോടുകൂടി ആത്മവിശ്വാസത്തോടും കൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 3 റൗണ്ട് ഇപ്പോൾ കഴിഞ്ഞു. അതിൻ്റെ ആത്മവിശ്വാസം ഞങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഞങ്ങളുടെ പിന്നിൽ ഒരുപാട് മുതിർന്നവരും അതുപോലെ തന്നെ യൂത്തും സമന്വയമായി ഒരുമിച്ച് കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാ ആത്മവിശ്വാസവും ഞങ്ങൾക്ക് ഉണ്ട്. ഇവിടെ കഴിഞ്ഞ 10 വർഷമായിട്ട് നടന്ന പ്രവർത്തനങ്ങൾ വളരെ മോശമായ ഒരവസ്ഥയിലാണ്. നമ്മുടെ ഈ നീലാന്തോട് ഏകദേശം 10-15 വർഷത്തിൽ മേലെയായി ഒരു മണ്ണെടുത്തിട്ട് 2 പ്രളയം വന്നപ്പോൾ പോലും ഏറ്റവും കൂടുതൽ 20-ാം വാർഡ് ബാധിച്ച ഒരു പ്രദേശമാണ്, പ്രളയം ബാധിച്ച ഒരു പ്രദേശമാണ്. പിന്നെ ഈ ശങ്കരേട്ടൻ റോഡ് ഏകദേശം 6.5 വർഷത്തോളമായി ഇപ്പോഴും പണി പൂർത്തിയാകാതെ മുടങ്ങിക്കിടക്കുന്ന റോഡ്, അതേപോലെ ശക്തി തിയേറ്റർ റോഡ്, നമ്മുടെ നാരങ്ങാടി റോഡ്, അങ്ങനെ പല റോഡുകളും ഇതുവരെ പണി പൂർത്തിയാക്കാനോ അത് പണി കഴിപ്പിക്കാനോ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. 2 ടൈമായിട്ട് ഇവിടെ മത്സരിച്ച് ജയിച്ചവർ വെറും വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊരു മാറ്റം വരാൻ ഇവിടുത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ മാറ്റം വരണം തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനം എന്തായാലും ഫലവത്താകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ എല്ലാ ആത്മവിശ്വാസത്തോടും കൂടി തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 3-ാം ഘട്ട പ്രചരണത്തിലാണ് ഉള്ളത്. ഇതുവരെ നടന്ന നിങ്ങളുടെ പ്രചരണ രീതികൾ എത്തരത്തിലായിരുന്നു? അത് എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട്? വോട്ടർമാർക്കിടയിലേക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? വോട്ടർമാരുടെ ഇടയിലേക്ക് ഞങ്ങളുടെ പ്രചരണം എത്തിക്കാൻ കഴിഞ്ഞത്, ഞങ്ങൾ ഈ ഒരു ഇലക്ഷൻ്റെ അടുത്തതോടുകൂടി അല്ലെങ്കിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചതോടുകൂടി ഇറങ്ങിയവരല്ല. കഴിഞ്ഞ പ്രളയം, അതിന് മുൻപ് ഉണ്ടായിട്ടുള്ള പ്രളയം, പിന്നെ ഈ കൊറോണ കാലം, അപ്പോഴെല്ലാം യുവതയുടെ കരുതലെന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ആഹ്വാനപ്രകാരം നടത്തിയ പല പ്രവർത്തനങ്ങളും ഇവിടെ ഈ 20-ാം വാർഡിൽ സജീവമായിട്ട് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. മാസ്ക് വിതരണവും കിറ്റ് വിതരണവും ഈ 20-ാം വാർഡിലെ എല്ലാ വീടുകളിലും അണുനശീകരണം ഞാൻ തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് എൻ്റെ പിന്നിൽ ഒരുപാട് യൂത്ത് അണിനിരന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്. അതെല്ലാം ഇവിടുത്തെ വോട്ടർമാർക്ക് അറിയാം. എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. അത് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം തരുന്ന കാര്യവും. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് UDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന വിഭീഷ് ചന്ദ്രൻ. ഇത്തവണ 20-ാം വാർഡ് പിടിച്ചെടുക്കുമെന്ന ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് കോൺഗ്രസും UDFും 20-ാം വാർഡിൽ രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഇരുകൂട്ടരും വിജയമുറപ്പിച്ചാണ് പ്രചരണ രംഗത്ത് മുന്നേറുന്നത്.